ഈ രാത്രി വേളയിൽ നമ്മൾ സങ്കീർത്തനം ധ്യാനിക്കുക. സങ്കീർത്തനം 91 അധ്യായം അതിൻ്റെ 16 വാക്യം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് നമ്മൾ ദീർഘായുസോടെ ജീവിക്കാനാണ് ദൈവത്തിൻ്റെ ഉദ്ദേശവും ആഗ്രഹവും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ദൈവത്തെ അറിയുകയും യേശുവിനെ അറിയുകയും യേശുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നവരോട് ദീർഘായുസുണ്ട്. ദീർഘായുസോടെ അവൻ നമ്മളെ മാനിക്കും, അവൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. രക്ഷയുടെ സന്തോഷം എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. രക്ഷയുടെ പാത്രം എടുക്കുവാൻ നമ്മൾ വിശ്വസ്തരായിരിക്കണം. രക്ഷയുടെ സന്തോഷം യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും യേശുവാണ് എൻ്റെ പിതാവെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് രക്ഷയുടെ സന്തോഷം. ഈ ലോകത്ത് യേശു അല്ലാതെ ഒരു ദൈവമില്ല. യേശുവിനെ പറയുന്നവർക്ക് ഇന്ന് അനേക പീഡനങ്ങളും പ്രയാസങ്ങളുമാണ്. അതിൻ്റെ മധ്യത്തിൽ പ്രയാസപ്പെട്ട് ഞാനും കുടുംബങ്ങളിലൊക്കെ നിൽക്കുന്നത് പ്രയാസപ്പെട്ടൊക്കെയാണ്. കാരണം ഞാൻ യേശുവിനെ അറിയുന്നതിനോട് അനേകർക്ക് എന്നോട് വിരോധമുണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ദൈവകൃപ മാത്രം. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലാണ് പോകുന്നത് ഇപ്പോൾ. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ വേറിട്ട് വിസ്താരപ്പെടുത്തി മാറ്റിയെടുത്ത തലമുറയുടെ കൂട്ടത്തിൽ നമ്മളായിത്തീരുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദീർഘായുസ്സോടെ തൃപ്തി വരുത്തി അവൻ എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. കർത്താവിൻ്റെ രക്ഷയെ നമ്മൾ ഏറ്റെടുക്കുക, അത് നമ്മൾ പിടിച്ച് ജീവിക്കാം. രക്ഷയുടെ സന്തോഷം പാനപാത്രം വഹിച്ച് ജീവിക്കാൻ ദൈവം നമ്മളെ ഈ രാത്രിയിൽ ഇടയാക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ജീവിതത്തിൽ യേശുവിനെ മുറുകെ പിടിക്കുവാൻ നമ്മളെ ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. 91 സങ്കീർത്തനമാണ് ഞാൻ വായിക്കുന്നത്. ഭയമുണ്ടെങ്കിൽ ആ സങ്കീർത്തനം മുഴുവനായി വായിച്ചു തീർക്കുക. സങ്കീർത്തനം 91 അതിൻ്റെ 16 വാക്യം വായിച്ച് ദീർഘായുസ്സോടെ ഞാൻ അവന് തൃപ്തി വരുത്തി എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. കർത്താവിൻ്റെ രക്ഷയെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുക. ആമീൻ ആമീൻ.